ആ കാട്ടിൽ ഭൂതങ്ങളും പ്രേതങ്ങളൊക്കെ ഉണ്ടെന്നാ പറയണത്. നിനക്ക് പേടിയില്ല? ഇല്ലാലോ. ഇല്ലേ? ഇല്ലാന്ന് ആർക്കറിയാം ഇവിടെ വെച്ച സാധനം ആരോ പൊക്കിയിട്ടുണ്ട് കാര്യം. അതെ, ആ മാടങ്കട് വന്നിട്ടുണ്ടാവോ എന്റെ കൂടെ? ഈശ്വര കൊണ്ടുവന്നിരിക്കാം. നിങ്ങൾ എന്ത് ഈ അലമാരക്ക് ചുറ്റിപ്പറ്റി നിൽക്കണേ? മനുഷ്യർ പിടിച്ച് കൊല്ലാ നോക്ക്. അല്ല, നിങ്ങളൊക്കെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ വേണേ വെക്കാട്ടോളി. അത് സമാധാനം തരൂ. നിങ്ങളെ പോലെ തന്നെ ഒരെണ്ണം അവിടെ നിൽക്കണം. അതാണേ വാഴ ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ആ മീനൊക്കെ തിന്ന. പോയാ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. എന്തായാലും ഉറങ്ങിയില്ലേ? ഇങ്ങനെ കൂട്ടമായിട്ടോണ്ടിരിക്കണ്ടല്ലോ. ഈ കാലല്ലേ വേദന എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കേട്ടാ, അന്നേ നിങ്ങൾക്കൊന്ന് തരാൻ വിചാരിച്ചതാ. നീ ആരാ? ഞങ്ങളുടെ കുഞ്ഞമ്മ. ഇവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത 3-4 പേര് ആ മാടങ്കോട്ടയിൽ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഓടിച്ചെന്ന് വിൽക്കാൻ പറ്റുന്ന സാധനമല്ലത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഈ നാട്ടിൽ നടക്കാത്ത ചിലത് നടക്കുന്നു. പണിയെടുത്ത് ജീവിക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. നിന്നെ ഞാൻ ഈ വെള്ളത്തിൽ മുക്കി കൊല്ലും. നമ്മുടെ നാട്ടിൽ കയറി കളിക്കാൻ നിൽക്കുന്നത് ആരടാ? ചേട്ടാ നിങ്ങൾക്ക് അന്ന് കാട്ടിനുള്ളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിരുന്നോ? അവര് നമ്മളെ പറ്റിയിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏത് പിള്ളേരെ? ദേഷ്യക്കാരാണല്ലോ, പണി കിട്ടൂട്ടാ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മളറിയാൻ വൈകിന്ന് പറഞ്ഞാല് ഇനി അവർക്ക് അങ്ങനെ കിരണം കിട്ടിണ്ടാവോ? ഇന്ന് രാത്രിയോടെ എങ്ങനെ പ്രശ്നം തീരും? കെട്ടിത്തൂക്കിച്ചാൽ ഞങ്ങളുടെ കൂടെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. ആരവര്? എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കിട്ടിയോ? ആ പാത്രാളന്മാരും തന്നെ നടക്കാന്ന് പറഞ്ഞ നിങ്ങൾക്ക് ശരിക്കും പോലീസാണോ? നമ്മളൊരു പൂട്ടുണ്ടാ പൂട്ടിയിരിക്കോ? ഈ അടുത്ത് ഞങ്ങള് എല്ലാവരും കൂടി ഒരു കാടിന്റെ ഉള്ളിലേക്ക് പോയി. മാടൻ കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്നത്. പേര് കേൾക്കുമ്പോ പ്രശ്നമാണല്ലോ.